ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ല് തീർച്ചയായിട്ടും നിങ്ങൾ അമർത്തണം. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ ചേച്ചിനെയും സൗരങ്ങളെയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് പിന്തുണ തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എല്ലാ സബ്സ്ക്രൈബർക്കും ഒരുപാട് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നത് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് ദൂരം പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എന്താണെന്നല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 വർഷം ആവാറായി കേട്ടോ. 5-6 വർഷം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചെറിയ കുളം അല്ല, തോട് കേട്ടോ. അപ്പം ഈ തുണികളൊക്കെ കഴുകുന്ന തോടുണ്ടല്ലോ, അപ്പം ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പം എനിക്കത് അവിടെ പോകണമെന്നും കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ ഇതുവരെ ആ തോട്ടിൽ പോയിട്ടില്ല കേട്ടോ. അവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടെന്ന് പറയും അവർ എല്ലാവരും ചില സമയങ്ങളിൽ. അപ്പം ഞാനൊന്ന് അവിടെ വരെ പോയായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ എന്തെന്ന് എനിക്ക് പേടിയായിരുന്നു സത്യം പറയാതെ. ഞാൻ ചെന്നപ്പോൾ ഒറ്റ മനുഷ്യരില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പോയിട്ടുള്ളത് കേട്ടോ. എനിക്ക് മോനൊന്നും കൂട്ട് വന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. അപ്പോൾ അയൽവക്കക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊന്നും അയൽവക്കക്കാരും ആരും അവിടെ വീട്ടിൻ്റെ വെളിയിലൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ശക്കലം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ. എനിക്ക് പേടിയായി. എന്ന് വെച്ചാൽ ആരും ഇല്ലാത്തതുകൊണ്ടുള്ളൊരു മനോധൈര്യം അത്ര ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരാളും കൂടെ മോനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കളിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എനിക്ക് അവിടെ കുളവും അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ കുഞ്ഞിലെ അങ്ങനെ ആറില്ല, കുളത്തിൽ അന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവിടെ പോകണം എന്നൊക്കെ, അവിടെ കുളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ കുളിക്കും അവർ, രാവിലെ വൈകിട്ടൊക്കെ അവിടെ കുളിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുളിസീനൊന്നും കാണാനൊന്നും ഞാൻ പോയില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഓക്കെ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. റോഡിൽ നടന്നു പോവുകയാണ്. എന്ത് പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. പഴയ രീതിയിലുള്ള അണക്ക് തന്നെയാണ് ആ റോഡ് ഉൾപ്പെടെ. എത്രയോ വർഷം പഴക്കമുള്ള റോഡാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണെന്നാ, അടിപൊളിയാണ്. അങ്ങനെ ഞാൻ റോട്ടിൽ നടന്നു വരുമ്പോൾ ആ വീട് കാണുന്ന സൂം ചെയ്ത് കാണിക്കുക. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ എങ്ങനെയുണ്ട് ആ വീട്? നമ്മൾ താമസിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള ചേർന്ന ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് നമുക്ക് ആ റോഡാണ് കേട്ടോ, നമ്മൾ വീട്ടിലോട്ട് പോകുന്ന റോഡാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് ഏകദേശം കുറച്ച് ദൂരെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് ഇവിടെയൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ ലൊക്കേഷൻ അടിച്ചു തരാം. നിങ്ങൾ ഇതൊക്കെ വന്ന് കാണണം, എന്ത് ഭംഗിയാണെന്ന് കേട്ടോ. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒന്ന് ആസ്വദിക്കുക. എൻ്റെ കൂട്ടുകാർ വീട് വെച്ച് ഇവിടെ വന്ന് സെറ്റിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണെന്നായി റോഡൊക്കെ കാണാനും. വലിയ റോഡല്ല, അന്നേരം നല്ല സാമാന്യം ചെറിയ കാറൊക്കെ പോകും കേട്ടോ, ലോറി കാറ് ഒക്കെ പോകും കേട്ടോ ഇതിലേ കൂടെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ലൊക്കേഷൻ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് അങ്ങനെ പറയല്ല, പൊളി സ്ഥലമാണ്, തീർച്ചയായിട്ടും പൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് തോട് കേട്ടോ. അപ്പോൾ അവിടെ ഈ കഴുകുന്ന കല്ലുകൾ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും കഴുകാനുള്ള കല്ലുകൾ അവർ സെപ്പറേറ്റ് ആയിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എന്തുവാ തോട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ തോട്ടിലിറങ്ങി ഒന്ന് കാലൊക്കെ നനച്ച് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ മീനൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, പക്ഷേ മീനൊന്നും കാണാനില്ല. അപ്പോൾ എല്ലാവരും പറയും ഭയങ്കര മീനാണ് അവിടെ, ഇഷ്ടംപോലെ മീനുണ്ട് എന്നൊക്കെ പറയും. നല്ല നല്ല മീനുകൾ, നല്ല കളറുള്ള മീനുകളൊക്കെ ഉണ്ടെന്ന് എപ്പോഴും പറയും. പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും അവിടെ മീനൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഇനി പോകുന്ന കേട്ടോ. ആരും ഇല്ലായിരുന്നു അവിടെ, ഒറ്റ മനുഷ്യരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ അത്രയും ഇങ്ങനെ ചുറ്റി നോക്കി, ആരും ഒറ്റ മനുഷ്യരും ഇല്ല. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയം വരുന്നത് കേട്ടോ. എനിക്കങ്ങ് പേടിയായി. ഒറ്റയ്ക്കല്ലേ ഉള്ളു നമ്മൾ. അപ്പോൾ വല്ല പാമ്പാ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാനുള്ള ഒരു നല്ല തെളിമാർന്ന വെള്ളമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ തോട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ കമൻറ്റ് ചെയ്യാൻ. എങ്ങനെയുണ്ട് നമ്മുടെ അന്തരീക്ഷങ്ങളൊക്കെ, നമ്മുടെ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം ആ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ളവരും, പിന്നെ പാമ്പിനെ പേടിയില്ലാത്തവരും, പാമ്പിനെ ഇഷ്ടമുള്ളവരും, പിന്നെ മയില്, കുയില്, തത്ത, ഇതൊക്കെ കാണാം കേട്ടോ.
ഒത്തിരി പക്ഷികൾ ഇവിടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ വന്നിരിക്കും കേട്ടോ. പിന്നെ വേറെയൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പാമ്പ്, ചേര ഒക്കെ കാണും. അപ്പൊ കണ്ട് 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 എനിക്ക് ആദ്യമായിട്ടൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും പേടിയുണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും ഓടും ഞാൻ വീട്ടിനകത്തോട്ട്, സത്യം. അപ്പൊ പേടിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും കണ്ട് കണ്ട് ഒരു ഇതായിപ്പോയി. പിന്നെ കുച്ചു 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 അട്ടയുണ്ട്, നമ്മുടെ കുച്ചു 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 അട്ട. പിന്നെ ഒച്ചുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഒച്ചിനെ കൊല്ലാനായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഞാൻ 2-3 ഒച്ച അവിടെ വന്നിരുന്നപ്പോൾ ഞാനങ്ങ് ഉപ്പിട്ട് കൊടുത്ത്, പാവം ഞാൻ. എനിക്ക് പിന്നെ അങ്ങ് വിഷമായി, ദൈവമേ ഒരു പാവം ഒച്ചിനെ ഞാൻ കൊന്നല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ. പിന്നെ ആ ഒച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അങ്ങോട്ടൊക്കെ നടന്ന് പോകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ ഒരു അനങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അതിനെ കൊല്ലത്തില്ല കേട്ടോ. പാവം നമ്മളെ പോലെയല്ലേ, അവർക്കും പ്രകൃതി കൊടുത്തൊരു മണ്ണല്ലേ, അവർക്കും അവകാശമില്ല, നമുക്ക് കൊല്ലാനുള്ള അവകാശം ഇല്ല കേട്ടോ. ടാറ്റാ, ബൈ ബൈ ഉമ്മ. പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.